واحد في صفاته واحد في ذاته واحد في أسماعه واحد في أفعاله ليس كمثله شيء وهو السميع البصير. أما بعد فإن أصدق الحديث كتاب الله وأصدق السنن سنن محمد صلى الله عليه وسلم بلغ رسالة وأدى الأمانة ونصح الأمة تركتكم على المحجة البيضاء ليلها كنهارها لا يصح عنها إلا هالك نحمده ونستعينه ونؤمن به ونتوكل عليه. أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. حتى إذا جاء أحدهم الموت قال رب ارجعون لعلي أعمل صالحا فيما تركت كلا إنها كلمة هو قائلها ومن ورائهم برزخ إلى يوم يبعثون. عن ابن عمر أن رسول الله صلى الله عليه وسلم قال هذا الذي تحرك له العرش وفتحت له أبواب السماء وشهده 70,000 من الملائكة لقد ضمة ثم فرج عنه ما لي وقفت على القبور مسلما قبر الحبيب فلم يرد جوابي يا قبر ما لك لا تجيب مناديا أمللت بادي سبعة الأحباب. ഖബറൊന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ കണ്ടാലുടൻ വാവിട്ട് നീ കരയേണ്ടതാ മേടക്ക് പകരം മാളമാ സുബ്ഹാന റബ്ബി അതിൽ കിടക്കേണ്ടതാ നസ്മാന. ആദരണീയരായ സത്യവിശ്വാസികളെ, ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, നമുക്കൊരാൾക്കും എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയാത്തത്ര അതിമഹത്തായ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്തിട്ടുള്ള മഹത്തായ പരിശുദ്ധ റമദാനിന്റെ ആദ്യ പകുതിയിലെ ദിനരാത്രങ്ങളിലൂടെയാണ് ഞാനും നിങ്ങളും നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ആയുസ്സിനെ പോലും തോൽപ്പിച്ചു കളയുമാർ പുണ്യങ്ങൾ നേടിയെടുക്കാൻ കഴിയുന്ന ഈ സുവർണ അവസരങ്ങളെ ഒരിക്കലും നാം നഷ്ടപ്പെടുത്തി കളയരുത് എന്ന് ആമുഖത്തിൽ തന്നെ എന്നോടെന്ന പോലെ എല്ലാവരോടും ഓർമ്മപ്പെടുത്തുകയാണ്. പരിശുദ്ധ റമദാൻ എന്ന് പറയുന്നത് ഇനി വരാൻ പോകുന്ന 11 മാസങ്ങളിലേക്ക് തഖ്വ അഥവാ ധർമ്മനിഷ്ഠ സൂക്ഷ്മത
ഈമാൻ, ഇഖ്ലാസ് ഇതെല്ലാം സ്വരൂപിക്കുവാൻ വേണ്ടി അല്ലാഹു തആല പ്രത്യേകം ബർക്കത്താക്കിയ ഓഫറുകൾ കൊണ്ട് പെരുമഴ തീർത്ത മാസമാണ്. അടിസ്ഥാനപരമായി ഈ മാസം കൊണ്ട് നോമ്പനുഷ്ഠിക്കുന്ന ഇബാദത്തുകളിൽ നിരതരാകുന്ന പരമാവധി ഭൗതിക ലൗകിക സുഖസൗകര്യങ്ങളെ, അതിന് ആസ്വാദനങ്ങളെ മാറ്റിവെച്ച് അള്ളാഹുവിന്റെ ഭവനത്തിൽ ദീന് കേൾക്കുന്നതിന് വേണ്ടി നാം സന്നിഹിതരായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലക്ഷ്യം നീട്ടിപ്പരത്തി പറയേണ്ടതില്ല. സ്വർഗം കിട്ടണം, നരകത്തിന് രക്ഷപ്പെടണം. സ്വർഗവും നരകവും എല്ലാം മരണത്തിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിട്ടുള്ള ലോകത്താണ്. അപ്പൊ ഇഹലോക ജീവിതം എന്ന് പറയുന്നത് താൽക്കാലികം മാത്രമാണ്. ഇവിടെ നിന്ന് നമുക്ക് അനശ്വരമായ ഒരു ലോകത്തേക്ക് യാത്ര പോകാനുണ്ട്. ജീവിതത്തിന്റെ ലക്ഷ്യത്തെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടില്ലാത്ത ആളുകളോട് സലഫികളായ മുജാഹിദുകളായ നമ്മൾ പറഞ്ഞു കൊടുക്കും, ഇഹലോക ജീവിതം എന്നത് തികച്ചും താൽക്കാലികമായ ജീവിതമാണ്. ശാശ്വതമായ ജീവിതം എന്നത് പരലോക ജീവിതമാണ്. അതുകൊണ്ട് തന്നെ മരണം എന്ന് പറയുന്നത് ഈ ജീവിതത്തിന്റെ അവസാനമല്ല, മറിച്ച് യഥാർത്ഥ ജീവിതത്തിന്റെ ആരംഭമാണ്. അതുകൊണ്ട് തന്നെ മരണത്തിന് ശേഷമുള്ള ഒരു ലോകം അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിട്ടുണ്ട് എന്നത് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടോ ശാസ്ത്ര സാങ്കേതിക സംവിധാനങ്ങൾ കൊണ്ടോ ഒരിക്കലും ബോധ്യപ്പെട്ടിട്ടല്ല നമ്മളെല്ലാം വിശ്വസിക്കുന്നത്. മറിച്ച് പരിശുദ്ധമായ ഇസ്ലാം എന്ന മതത്തിൽ ഒരു റിസ്കും എടുക്കാതെ ഒരു മുസ്ലിം ഉമ്മയുടെ ഗർഭാശയത്തിൽ ഒരു മുസ്ലിം കുഞ്ഞായി ജനിച്ച് വളർന്ന് പിറന്ന് ഈ ഭൂമിയിൽ ജീവിക്കുവാൻ ഭാഗ്യം ലഭിച്ചവരാണ് നമ്മളാരും ബൈബിളും രാമായണവും വിശുദ്ധ ഖുർആനും തൽമൂദും മറ്റുള്ള നാസ്തിക സിദ്ധാന്തങ്ങളും ഒക്കെ മുമ്പിൽ വെച്ച് പഠന ഗവേഷണ മനനം നടത്തി 100% ഇസ്ലാമാണ് സത്യം, മുഹമ്മദാണ് പ്രവാചകൻ, ഖുർആൻ അല്ലാഹുവിന്റെ കലാമാണ് എന്ന് വിശ്വസിച്ചവരല്ല നമ്മൾ. നമുക്ക് അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഈ ദീനുൽ ഇസ്ലാം ഗിഫ്റ്റായി കിട്ടിയതാണ്. മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ മക്കളോട് ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇന്നല്ലാഹ അസ്തഫാ ലക്കുമുദ്ദീന ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. മക്കളെ, അല്ലാഹ് നിങ്ങൾക്ക് ഈ ഇസ്ലാം ദീൻ ഗിഫ്റ്റായി നൽകിയതാണ്, ഒരു സ്കൂളിൽ എടുത്തിട്ടില്ല. അതുകൊണ്ട് ഫലാ തമൂതുന്ന, നിങ്ങൾ മരണപ്പെട്ടു പോകരുത്, ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, ഒരു മാപ്പിളയായിട്ടല്ലാതെ എന്നല്ല, മുസ്ലിം ആയിട്ടല്ലാതെ. എന്താ മുസ്ലിം? പിന്നെ ഖലീലുള്ളാഹി ഇബ്രാഹിം അലൈഹിസ്സലാം, ആ ഇബ്രാഹിം അലൈഹിസ്സലാമിനോട് അല്ലാഹ് പറഞ്ഞതാണ്, ഇബ്രാഹിമേ നീ ഒരു മുസ്ലിമാണ്. എന്താ ഇബ്രാഹിം അലൈഹിസ്സലാമിന് പറഞ്ഞ മറുപടി? ഞാൻ എത്ര കൊല്ലായി മുസ്ലിം ആയിട്ട്, എന്നിട്ട് ഇന്റെ ഈമാനിൽ ഇപ്പോൾ നിനക്ക് സംശയം ഉണ്ടോ? ഇതെന്താ ഇന്നെ പോരാത്തോനാക്കുകയാണോ, മോശക്കാരനാക്കുകയാണോ? അല്ല. മറുപടി എന്താ? ലോകങ്ങളുടെ റബ്ബായ അല്ലാഹ് നിനക്ക് വേണ്ടി ഞാൻ ഇതാ കീഴൊതുക്കിയിരിക്കുന്നു, സമർപ്പിച്ചിരിക്കുന്ന ജീവിതത്തെ. അതാണ് മുസ്ലിം എന്ന് പറഞ്ഞാൽ. അപ്പൊ നാസറും അബ്ദുറഹ്മാനും ഖദീജയും ഫാത്തിമയും ഒക്കെയൊക്കെ ആയിട്ട് മണ്ണ് മരിച്ചു പോയാൽ മഹല്ല് ഖബർസ്ഥാനില് ആരുടെ മണ്ണ് കിട്ടും, അതിനും തർക്കിക്കല്ല. വോട്ടർ പട്ടികയിലും
ബുക്കുകളിലും കാനേഷുമാരിയിലും മുസ്ലിം പേരുണ്ടാവും. യഥാർത്ഥ മുസ്ലിമായിട്ടല്ല പോകുന്നതെങ്കിൽ ഇവിടെ അങ്ങോട്ടുള്ള ബർസഖി ലോകം മുതൽ ഉയർത്തെഴുന്നേൽപ്പ് നാളാകുന്ന മഹ്ശറിലെ ഹിസാബ് വരെ ഒരു റാഹത്തുണ്ടാവില്ല. അതുകൊണ്ട് നമ്മളൊക്കെ ബാപ്പി നീ സ്വിച്ചിട്ടപ്പോ മുസ്ലിം ആയതാണ് അല്ലേ? ഒരു റിസ്ക് നമ്മൾ എടുത്തിട്ടില്ല. നമുക്ക് മുമ്പ് കഴിഞ്ഞു പോയ സ്വാലിഹീങ്ങൾ, സ്വാത്വികന്മാർ, അല്ലാഹു തൃപ്തിപ്പെട്ട റളിയല്ലാഹു അൻഹു വറളു അൻഹു എന്ന് പറഞ്ഞവർ, അവര് ത്യാഗത്തിന്റെ കനൽപഥങ്ങളിലൂടെ യാത്ര ചെയ്തവരാണ്. മജ്ജയും മാംസവും രക്തവും ചർമ്മവും രോമവും സമ്പത്തും അല്ലാഹു നൽകിയ മുഴുവൻ നിഅമത്തും അള്ളാന്റെ ദീനിന് വേണ്ടി സമർപ്പിച്ചിട്ട് യാത്ര പോയവരാണ്. മഹാനായ ഹുബൈബ് റളിയല്ലാഹു അൻഹു ശത്രുക്കളാൽ പിടിക്കപ്പെട്ട് കൊണ്ടുപോയി തടവിലാക്കി. നാളെ ഈന്തപ്പനെ തടിമ ആണി അടിച്ച് കൊല്ലാൻ പോവുകയാണ്. ഒരു ഭാവമാറ്റമില്ല. വീട്ടുകാരത്തിയോട് ചോദിച്ചു, ഹുബൈബ് തങ്ങള് ഒരു കത്തി തരുമോ? എന്തിനാ? കയറെടുത്ത് രക്ഷപ്പെടാനല്ല. അള്ളാഹ് തൗഫീഖ് ചെയ്താൽ അള്ളാന്റെ ലോകത്തിൽ സ്വർഗത്തിൽ നാളെ പോവുകയാണ്. എന്റെ മുടി ഒന്ന് വെട്ടണം, ഈശ നഖമൊക്കെ ഒന്ന് മുറിക്കണം, അവിടെയും ഇവിടെയൊക്കെയുള്ള ആ കേടുപാടൊക്കെ ഒന്ന് തീർക്കാനാ, ഫിനിഷ് ചെയ്യാനാ. ഈ കത്തി വാങ്ങി നഖം മുറിക്കുന്ന ഹുബൈബിന്റെ അടുത്തേക്ക് ശത്രുവിന്റെ കുട്ടി അങ്ങനെ മുട്ടുകുത്തി അങ്ങനെ ചെന്ന് സ്നേഹനിധിയായ ഹുബൈബ് തങ്ങള് ആ കുട്ടിയുടെ അടുത്ത് മടിയിൽ വെച്ച് നഖം മുറിക്കാൻ. ഇത് കണ്ടുവന്ന വീട്ടുകാരന് ഇത് ആകെ ബേജാറായി. അതെന്താ? നാളെ ഞാൻ കൊല്ലാൻ പോകുന്ന ഒരുത്തന്റെ കയ്യിലാണ് ഇന്റെ കുട്ടി. നമ്മളാണെങ്കിലോ ഏതായാലും എന്റെ തന്നെ കൊല്ലാണ്, ഞാൻ കിടക്കട്ടെ, ചേനചത്രമായി തലയെത്തി. വൈകാരിക ജീവികളാണ്. ഹുബൈബ് തങ്ങൾ കത്തി കയ്യിൽ വെച്ച് കുട്ടിയെ മടിയിലിട്ട് നഖം മുറിക്കുന്നത് കണ്ട് വെപ്രാളപ്പെട്ട് നിൽക്കുന്ന ആ ശത്രുവിന്റെ കയ്യിൽ കുട്ടീനാണ് വിളിച്ചത്. എന്നിട്ട് പറഞ്ഞ് ഇതിങ്ങനെ വേദാറാണ് എന്താക്കി മനസ്സിലാക്കി, ഇതാണ് എന്നെ കൊല്ലല്ലേ, എന്റെ തല വെട്ടിയല്ലേ, എന്റെ കുട്ടിയാണ് എന്റെ കൈക്കല്, ഞാൻ വല്ലതും ചെയ്യുമെന്ന് ഇല്ല. ഞാൻ അറിഞ്ഞതുപോലെ നീ അറിഞ്ഞിരുന്നെങ്കിൽ നീ എന്നെ തടവിലാക്കില്ല. നിന്റെ ലക്ഷ്യവും എന്റെ ലക്ഷ്യവും ഒന്നല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഇവിടെ നിന്നോട് പകയോ വിദ്വേഷമോ ഇല്ല. സുബഹിസ്കാരം കഴിഞ്ഞ് ഹുബൈബിനെ മലമുകളിൽ കൊണ്ടുപോയി നാട്ടിവെച്ച ഈന്തപ്പന തടിയുടെ മുകളിൽ നീർത്തിവെച്ച് ആണി അടിച്ച് ചോര ഇങ്ങനെ ഒലിച്ചിറങ്ങുമ്പോ ഹുബൈബ് റളിയല്ലാഹു അൻഹു ഷഹാദത്തിന് മുമ്പ് ഒരു പാട്ട് പാടി, ചരിത്രം അത് രേഖപ്പെടുത്തി. ഉബൈബിനോട് പകയില്ല കേട്ടോ, ഉബൈബിനോട് ദേഷ്യമില്ല കേട്ടോ. ഞാൻ എന്തിനാണ് നിങ്ങളെ ചീത്ത വിളിക്കുന്നത്? ഞാൻ മരിക്കുന്നത് അള്ളാഹ്ക്ക് വേണ്ടി ജീവിതത്തെ സമർപ്പിച്ച ഒരു പൂർണ്ണ മുസ്ലിമായിട്ടല്ലേ. ഇതാണ് ഖുർആൻ അവരെ പറ്റി പറഞ്ഞത്. അവര് അള്ളാഹുവിന്റെ ആഖിറത്തിൽ യഖീനോടുകൂടി വിശ്വസിച്ചവർ, കണ്ണിൽ കണ്ട പോലെ ഖബറും സ്വർഗവും നരകമൊക്കെ കണ്ണിൽ കണ്ട പോലെ വിശ്വസിച്ചവരാ. നമ്മളോ മാവേലി സ്റ്റോറിൽ 44 റുപ്യന്റെ പഞ്ചസാര 32 കൊടുക്കണ്ട് എന്ന് പറഞ്ഞാൽ 90 റുപ്യന്റെ അമ്പയർ അത് 72 റുപ്യക്കാ കൊടുക്കണെന്ന് പറഞ്ഞാൽ മാവേലി സ്റ്റോർക്ക് ഈ നോമ്പ് നോറ്റ് ഭരിക്കും. 8:30 മണിക്ക് പോയി വരിക്കും. 10-10:15 കമ്പ്യൂട്ടർ ഓണാക്കി സാധനം കൊടുക്കൽ തുടങ്ങുള്ളൂ. അപ്പോത്തിന് നോമ്പ് വെച്ച അമ്മ ആച്ചുണ്ടാത്തിയും ബാത്തുണ്ടാത്തിയും അബ്ദുറഹ്മാനൊക്കെ ക്ഷീണം കൊണ്ട് വെയിൽ കൊണ്ട് വീണ് ബോധം കെടുന്നാലും പോകും. എന്താ? ദുനിയാവിന്റെ ലാഭം അവിടെ കാണിട്ട്. അള്ളാഹു പറഞ്ഞു, زين للناس حب الشهوات من النساء والبنين والقناطير المقنطرة من الذهب والفضة والخيل المصومة والأنعام والحرث. ദുനിയാവിൽ നമ്മൾ ആസ്വദിക്കുന്ന എല്ലാ സുഖ സൗകര്യങ്ങളെ എണ്ണി അള്ളാഹു പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഇതൊക്കെ കുട്ടികളെ, മക്കളെ, ആൾക്കാരെ അള്ളാഹു പറയാണ്, മതാഉൽ ഹയാത്തുദ് ദുനിയ, നശിച്ചു പോകുന്ന താൽക്കാലിക ദുനിയാവിന്റെ
പ്രസരിപ്പുകൾ മാത്രമാണ്. വല്ലാഹു ഇൻദഹു ഹുസ്നുൽ മആബ്, അള്ളാന്റെ അടുത്താണ് ഒഴിഞ്ഞു പോകാത്ത സകലോത്പന്നങ്ങളും പരദീസകളും. അള്ളാഹു നേടിയെടുക്കാൻ ഈ റമദാനിൽ അവസാനിക്കുന്ന സമയം വരെ, അല്ല പെരുന്നാളും കഴിഞ്ഞ് ശവ്വാലിലെ തുടർച്ചയായ 6 നോമ്പ് ഉൾപ്പെടെ അതിഗംഭീരമായി അതിനെ ഒരു പാക്കേജായി അള്ളാഹ് അവതരിപ്പിച്ചു കൊടുക്കാൻ നമുക്ക് തോന്നിക്കുമാറാകട്ടെ. നമ്മളൊക്കെ ഒരു റിസ്ക് കൊടുക്കാതെ മുസ്ലിങ്ങളായവരാണ്. ഒരു തമാശ, അൽമറില്ലാത്ത എനിക്ക് ഒരു കുട്ടി പോയി വീടിനല്ല കുട്ടീനെ എടുക്കാൻ വേണ്ടി ചാടാൻ ആർക്കും ധൈര്യമില്ല. നല്ല ആയുണ്ട്, കുറച്ചൊക്കെ വെള്ളമുണ്ട്. അങ്ങനെ കൂടി നിൽക്കുന്ന തിങ്ങി നിൽക്കുന്ന ജനങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരുത്തൻ ചാടി കയറും ബക്കറ്റും കസാരയൊക്കെ ഇറക്കി കൊടുത്ത് എങ്ങനെയെങ്കിലും കഴിച്ച് കുട്ടിനെ മോനെ രക്ഷപ്പെടുത്തി. വിവരം അറിഞ്ഞ് പ്രാദേശിക ചാനലുകാരും പത്രക്കാരും ഇന്റർവ്യൂക്ക് വന്ന് ആരെ ഈ ചെങ്ങായിനെ ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി ഇവരോട് ചോദിച്ച് കുട്ടിയുമായുള്ള നിങ്ങളുടെ ബന്ധം എന്താണ്? ബാപ്പയാണോ ചോദിച്ചാൽ അല്ല. ബാപ്പയെ മൂത്താപ്പല്ല. ജ്യേഷ്ഠനിക്കാരൻ അല്ലല്ല. പിന്നെ ഈ കുടുംബക്കാരനെ വെച്ചാൽ അല്ല. നാട്ടുകാരനെ അല്ല, നാട്ടുകാരനല്ല. ആൾക്കാരെ കൂടിയപ്പോ ഞാനും വന്ന് നോക്കിയതാണ്. അവർക്ക് ആകാംക്ഷ കൂടി. ഒരു ബന്ധം ഈ കുട്ടിയായിട്ടില്ല. ഇനി ആ കുട്ടി അന്നാണ് കണ്ടുപോയെന്ന് കാണൂല. പത്രക്കാരന്റെ ചോദ്യം, ഈ കുട്ടിയുമായി ഒരു ബന്ധവുമില്ലാത്ത താങ്കൾ ഇത്ര ആഴമേറിയ കിണറ്റിലേക്ക് ഇത്ര സാഹസപ്പെട്ടുകൊണ്ട് ചാടി ഈ കുട്ടിയെ രക്ഷിക്കാൻ താങ്കളെ പ്രേരിപ്പിച്ച വികാരം എന്താണ്? അതാണ് ചോദ്യം. ഇവനാണ് ചൂടായി. അപ്പൊ പറഞ്ഞ എനിക്കറിയേണ്ട എന്റെ വികാരമല്ലേ, എനിക്കറിയേണ്ട എന്നെ ഏത് ഹംക്കതിനുള്ളിൽ മുമ്പിത്തേണ ഇവിടെ തന്നെ ഒരു റിസ്ക് കൊടുത്തില്ല കൂട്ടരെ. ഇങ്ങനെ സ്വിച്ചിട്ടപ്പോ ബാത്റൂമിൽ സ്വിച്ചിട്ട് നമ്മൾ മുസ്ലിമായി നമ്മളെല്ലാം റിസ്ക് എടുത്തോ. സ്വർഗത്തിന്റെ മുമ്പിൽ എഴുന്നേറ്റിരിക്കാനുള്ള താക്കത്യം ഈമാനുണ്ടോ? എന്റെ വിഷയത്തിന്റെ മർമ്മത്തിലേക്ക് ഞാൻ ഇറങ്ങുകയാണ്. മഹാനായ അബ്ദുല്ലാഹി മസ്ഊദ് റളിയല്ലാഹു അൻഹു ദീർഘസമയം പള്ളിയിലിരുന്ന് അള്ളാഹനെ സ്മരിച്ച് നരകസ്വർഗങ്ങളെയും അശ്വയും ഓർത്തുകൊണ്ട് കരയുന്ന വ്യക്തിയാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നുകൊണ്ട് അദ്ദേഹത്തോട് ചോദിച്ചു, അബൂ അബ്ദുറഹ്മാൻ, ഇത്ര നേരാണ് പള്ളിയിലിരിക്കുന്നത്, എന്താ വിഷമം? എന്തെങ്കിലും കുടുംബ പ്രശ്നമുണ്ടോ? അദ്ദേഹം തലയുയർത്തിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാക്കാണ് നമ്മുടെ വിഷയത്തിന്റെ ആമുഖത്തിൽ നമ്മൾ ഹൃദയത്തിൽ കുത്തിവെക്കേണ്ടത്. അദ്ദേഹം പറഞ്ഞു, കൈഫ നഫറഹു, എങ്ങനെയാണ് റസൂലേ നമ്മളൊന്ന് ആഹ്ലാദിക്കുന്നത്, എങ്ങനെയാണ് നമ്മളൊന്ന് ഡിസോർഡറായി ജീവിക്കുന്നത്? അൽ മൗതു അമാമനാ, നമ്മുടെ മരണത്തില്ലേ, വൽ ഖബറു വറാഅനാ, നമ്മുടെ പിന്നിൽ ഒരു ഖബർ ജീവിതമില്ലേ, അൽ ഖിയാമത്തു മൗഇദുനാ, നമുക്ക് ഹാജരാകാനുള്ള പരലോകമില്ലേ? എങ്ങനെ നമ്മൾ ഡിസോർഡറായി ജീവിക്കാൻ? അതുകൊണ്ട് എപ്പോഴും മരണത്തിന് വേണ്ടി തയ്യാറായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചുറ്റും കൂടിയവരോട് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞത് അതാണ്, കുല്ലുംബ്രിഹിം മുസബ്ബഹും ഫീ അഹ്ലിഹി അൽ മൗതു അദ്നാ മിൻ ശിറാഖി നഗ്ലിഹി. ചെരുപ്പിന്റെ ബാറ് അവരെ കാലിന്റെ പുറന്തോലുമായി എത്ര ഒട്ടി നിൽക്കുന്നുണ്ടോ, ഇതുപോലെ കണ്ടനാടിയുമായി മരണം അടുത്തു നിൽക്കുന്നു. ഈ മരണത്തിന് ശേഷമുള്ള യാത്ര നിർബന്ധമായും നമ്മൾ എത്തേണ്ട യാത്ര ഇതെവിടെയാണ്? അത് ബർസഖി ലോകമാണ്. എന്താ ബർസഖി ലോകം എന്ന് പറഞ്ഞാൽ, നമ്മുടെ മഹല്ല് ഖബർസ്ഥാനിൽ അതിൻ്റെതായ മുഖ്യമാരെ അല്ലെങ്കിൽ അത് ഒരിക്കലും ആൾക്കാരെ ഏൽപ്പിച്ച് ഓരൊരു 6 അടി നീളത്തില് കബറും വെട്ടി അയിക്കൊണ്ട് 3 തുണിയിൽ കൊണ്ടേ വെച്ച് മണ്ണിട്ട് തിരിച്ചു പോരുന്ന ലോകമല്ല ഖബർ. അത് വിശ്വാസികളായ നമുക്ക് വേണ്ടി, ആ മയ്യത്തിന് വേണ്ടി നാം ചെയ്യേണ്ട ചില ഇസ്ലാമികമായ നിയമങ്ങളുണ്ട്. ദഹിപ്പിക്കൽ ഒരു തരം ബർസഖാണ്. പൊടി ആക്കിയതിനു ശേഷം അത് വെള്ളത്തിൽ, പുഴയിൽ, കടലിൽ കൊണ്ടുപോയി പാച്ചൽ, അത് വേറൊരു തരം ബർസഖാണ്. ഇതൊക്കെ വിവിധ
വിശ്വാസമുള്ള ജാതികൾ ചെയ്യുന്നതാണ്. വിശ്വാസികളായ മുഅ്മിനീങ്ങൾക്ക് അങ്ങനെ പറ്റൂല. ചുളകളമല്ല നമ്മുടെ, സെമിത്തേരി അല്ല നമ്മുടെ. അതുപോലെ തന്നെ അത് ഭസ്മമാക്കി പാറ്റുന്ന പണിയല്ല. എന്തുള്ളത്? വിശ്വാസികളോട് ഹഖുൽ മുസ്ലിമി അലൽ മുസ്ലിമി സിത്തുൻ എന്ന് പറഞ്ഞ നിയമങ്ങളിൽ വ്യക്തമായ റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. മരിച്ചു കഴിഞ്ഞാൽ ആ മയ്യത്തിനെ ഒളിപ്പിച്ച് 3 തുണിയിൽ, സ്ത്രീ ആണെങ്കിൽ 5 തുണിയിൽ മറവ് ചെയ്ത് നമസ്കരിച്ച് മറവ് ചെയ്യണം. ഇതുകൊണ്ട് നമ്മൾ കൊണ്ടുപോയി വെക്കുന്ന ആ 6 അടി മണ്ണിന്റെ ഉള്ളിലെ ക്യാമറ വെച്ചാലോ, അവിടെ പോയിട്ട് നമ്മൾ കാത് വെച്ച് കവർന്നിറങ്ങാലോ, അവിടുത്തെ വിശേഷം വിവരമൊന്നും കിട്ടില്ല. റെയിൽവേ ട്രാക്കിന്റെ അടുത്ത് ആ റെയിൽപാളത്തുമ്പോ കാത് വെച്ചാൽ കിലോമീറ്റർ അപ്പുറത്ത് വരുന്ന ട്രെയിനിന്റെ ശബ്ദം ചിലപ്പോൾ കിട്ടും. ഇതുപോലെ കാത് വെച്ചാൽ കിട്ടുന്ന സംഗതി അല്ലാതെ ഇതൊരു ലോകമാണ്. ആലമുൽ ഗൈബിലുള്ള ഒരു ലോകമാണ് ബർസഖ്. ആലമുൽ ഷഹാദയിലാണ് നമ്മൾ, പ്രസന്റ് ലോകത്താണ്. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് കണ്ടെത്താൻ കഴിയാത്ത ഒരു ലോകമാണ്. അത് ഭൂമിയിൽ തന്നെ ആയിരിക്കാം, ആകാശത്തിനുള്ളിൽ തന്നെയാണ്, പ്രപഞ്ചത്തിനുള്ളിലാണ്, പക്ഷെ നമുക്ക് കണ്ടെത്താൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ആ ഖബറിനെ കുറിച്ച് മഹാനായ ദിന്നൂറൈൻ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ പറ്റി പറയുന്നു, കാന ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഇദാ വഖഫ അലാ ഖബ്രിഹി യബ്ഖി. ഖബർ കാണുമ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു കരയും. ഹത്താ യഹില്ലു ലിഹ്യതഹി, ചുണ്ടിന് ഈ താണ മുതൽ പൊക്കിളിന്റെ ഈ ഓട്ട വരെ ദീർഘമായി നിലനിൽക്കുന്ന സമൃദ്ധമായ താടിയിലെ അറ്റത്തുനിന്ന് കണ്ണീരിങ്ങനെ വെച്ചു. ഫഖീല ലഹു, സഹാബത്ത് ചോദിച്ചു, ഇദഖുൽ ജന്നത വന്നാർ വലാ തബ്ഖി. ഉസ്മാനെ, സ്വർഗത്തെ കുറിച്ചും നരകത്തെ കുറിച്ചും കേൾക്കുമ്പോൾ ഇല്ലാത്ത കണ്ണുനീര്, ബേജാറ്, വെപ്രാളം ഈ ഖബർ കാണുമ്പോൾ താങ്കൾക്ക് വരുന്നു. എന്താ കാരണം? ഫഖാല, അദ്ദേഹം പറഞ്ഞു, ഇന്നീ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കേട്ടിട്ടുണ്ട്, അൽ ഖബറു അവ്വലു മനാസിലുൽ ആഖിറ. അൽ ഖബറു, ഖബർ എന്ന് പറഞ്ഞാൽ അവ്വലു മനാസിലുൽ ആഖിറ, മൻസിലുൽ ആഖിറ, ആഖിറത്തിലേക്കുള്ള ഒന്നാമത്തെ വീടാണ് ഖബർ. പരലോക ജീവിതത്തിലേക്കുള്ള ഒന്നാമത്തെ ഭവനമാണ് ഖബർ. അതുകൊണ്ട് ആ ഖബറിൽ ഒരാള് അദാബില്ലാതെ അവിടെ റാഹത്തായി സ്വർഗം കണ്ടുകൊണ്ട് രാവിലെ വൈകുന്നേരം കിടക്കുകയാണെങ്കിൽ അവിടുന്ന് പിന്നീട് എഴുന്നേറ്റാൽ ഓർക്ക് മഹ്ശറയും ഹിസാബൊന്നും ബേജാറാക്കണ്ട. അല്ലാഹു ആക്കി തരട്ടെ നമ്മൾ. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറയാണ്, ആ ഖബറിലെ ഹിസാബിൽ എങ്ങാനും തോറ്റാൽ, അവിടെ കരിന്തേളും കരിമ്പാമ്പുകളും നരകത്തിന്റെ പുകയും ശിക്ഷാസാമികൾ കൊണ്ടുള്ള വേദനകളും അനുഭവിച്ചിട്ടാണ് മഹ്ശറിൽ നിർത്തുമെങ്കിൽ അവന്റെ ഉയർത്തി നിൽക്കുന്ന ആളും അവന്റെ മീസാനൊക്കെ ബേജാറാണ്. സോദരങ്ങൾ, എന്നെ ബക്കറ്റ് വെച്ചിട്ടുള്ളത് ഊരിയാട് മസ്ജിദുൽ ഹഖ് എന്ന ഞാൻ പ്രതിദാനം ചെയ്യുന്ന ധാർമ്മികത്വം വഹിക്കുന്ന ഒരു പള്ളിയാണ്. ഇടയ്ക്ക് എഴുന്നേറ്റ് പോകുന്ന ആളുകളുണ്ടെങ്കിൽ ആ ബക്കറ്റിലൊന്ന് പരിഗണിക്കണം എന്ന് ഇടയിൽ നിന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. മുത്തന്നൂർ പള്ളി കേസ് എന്ന് പറഞ്ഞ വിവാദമായ ഒരു പള്ളി കേസ് മുജാഹിദ് ചരിത്രത്തിൽ മയ്യത്ത് മറവ് ചെയ്യാൻ പെർമിഷനുമായി ബന്ധപ്പെട്ട ചരിത്രം വായിച്ചിട്ടുണ്ടാവും. അതുപോലെ 2025 ഒരു പുതിയ മുത്തന്നൂർ പള്ളി കേസിന് സമാനമായ ഒരു വലിയ വിവാദം ഉണ്ടായ പള്ളിയാണ് മസ്ജിദുൽ ഹഖ് കൂരിയാട്. അതിന്റെ ചരിത്രത്തിന്റെ പിന്നാമ്പുറങ്ങളിലേക്കൊന്നും ഞാൻ പോകില്ല. അതുകൊണ്ട് ഈ പള്ളിയെ പ്രത്യേകം നിങ്ങൾ എന്ത് ചെയ്യണം, സഹായിക്കണം. കാരണം അവിടെ ഒരു മനുഷ്യനുമില്ല, ഞങ്ങള് കുറച്ച് ആളുകളാണ് ഈ സംഗതി കൊണ്ടുനടക്കുന്നത്. അതുകൊണ്ട് അകമൊഴിഞ്ഞ സഹായ സഹോദരിമാരും നമ്മുടെ സഹോദരന്മാരും തരണം. കേരള നേതൃത്വ മുജാഹിദീൻ മുന്നോട്ട് വെക്കുന്ന ഖുർആന്റെ സുന്നത്തിന്റെ സഹാബത്തിന്റെ
ആ മനഹജ് അനുസരിച്ച് പൂർണ്ണമായി ഇന്ന് പ്രവർത്തിക്കുന്ന ഒരു പള്ളിയാണ്. ഇതിനു മുമ്പ് അങ്ങനെ പ്രവർത്തിക്കാൻ പറ്റിയിരുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞ വിവാദം. ആ വിവാദത്തിന് ശേഷം ഇന്ന് ആ പള്ളി കേരള മുജാഹിദിന്റെ പള്ളിയാണ്. അൽഹംദുലില്ലാഹ് ഉണ്ണിക്കുട്ടി മൊയ്ലിയുടെ കത്ത്, സംസ്ഥാന കമ്മിറ്റിയുടെ കത്തും ആ പള്ളിക്ക് വേണ്ടി സഹകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നൽകിയിട്ടുമുണ്ട്. അപ്പൊ ഇടയിൽ ഓർമ്മപ്പെടുത്തിയെന്നുള്ളൂ, പുറത്തു പോകുന്നത് ശ്രദ്ധിക്കുക. അപ്പൊ ഈ നരകവും സ്വർഗവും ഹിസാബും സിറാത്തും മീസാനും ഒക്കെ റാഹത്താവും. എങ്ങനെ? ഖബറ് സ്വർഗപ്പുറത്താകണം, ഖബറിൽ റാഹത്താകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇദാ മാത അഹദുകും മുലിന അലൈഹി മഖഅദഹു ബിൽ ഗദാതി വൽ ഗശീ. നിങ്ങളിൽ നിന്ന് ഒരാള് മരണപ്പെട്ട് ഖബറിലേക്ക് എത്തിക്കഴിഞ്ഞാൽ രാവിലെയും വൈകുന്നേരവും അവന് ഹിസാബ് കഴിഞ്ഞാൽ അവന് കിട്ടുന്ന അവന്റെ താവളം, അവന്റെ വീട്, അവന്റെ മഖഅദ് കാണിച്ചു കൊടുക്കും. فمن كان من أهل الجنة من أهل الجنة ومن كان من أهل النار فمن أهل النار. സ്വർഗത്തിന്റെ അകലുകാരനാണെങ്കിൽ ഖബറിൽ അവൻ സ്വർഗം കാണും, നരകത്തിന്റെ അകലുകാരനാണെങ്കിൽ ഖബറിൽ അവൻ നരകം കാണും. അയ്യോ കാല് മലക്കൾ അവനോട് പറയും, ഇത് നീ നിനക്ക് വേണ്ടി റിസർവേഷൻ ചെയ്ത സ്ഥലമാണ്. മുഅ്മിനീങ്ങളെ, ഇത് കാണുന്ന മനുഷ്യൻ ഖബറിൽ വെച്ച് നല്ലോനാണെങ്കിൽ പറയും, യാ റബ്ബ് അജ്ൽ ഖിയാമ സഅ, റബ്ബേ ഒന്ന് വേഗം ലോകാവസാനം കൊണ്ടുപോവാ. ഇത്ര കാലമായി ഞാൻ കിടക്കാൻ തുടങ്ങിയത് കണ്ടിട്ട്. എനിക്ക് ആ കണ്ട കാഴ്ച, എന്റെ ആ വീട്, ആ സ്വർഗം, അതെനിക്ക് പൂർണ്ണമായി ശരീരത്തോടു കൂടി പൂർണ്ണമാണ്. അന്ന് പറയും സമാധാനപ്പെടും, കുറച്ച് കാലതാമസം. മോശപ്പെട്ടവനാണെങ്കിൽ അവൻ പറയും, യാ റബ്ബ് തുഖീമ സഅ, യാ റബ്ബ് അല്ലാഹുവേ ലാ തുഖീമ സഅ, ലോക അവസാനം കൊണ്ടുവരില്ലേ. എന്താ കാരണം? ഖബറിനതാണെങ്കിൽ മഹ്ശറയും അവിടുത്തെ കടമ്പകളും പിന്നെ നരകം എന്തായിരിക്കും? ഞാൻ ആമുഖത്തിൽ പാടിയ അറബി കവിതയിലൂടെ ഒരു കവി ഖബറിന്റെ മുകളിൽ കുഴിച്ചിട്ട ആ ചെറിയ ചെടി പടർന്ന് പന്തലിച്ച് വലിയ വൃക്ഷമായി ആ വൃക്ഷത്തിന്റെ ശിഖരങ്ങളോട് സംസാരിക്കുന്നതാണ്. മാലി വഖഫ്തു അലൽ ഖുബൂരി മുസല്ലിമ ഖബറൽ ഹബീബി ഫലം യറുദ്ദ ജവാബി. ആ കവിത വിശദീകരിക്കാൻ സമയമില്ല, ഒരുപാട് ദീർഘമേറിയ കവിതയാണ്. ആ കവി ഖബറിനോടും ആ മരത്തിനോടും സംസാരിക്കുന്നത് നമ്മുടെ ഹൃദയത്തെ വല്ലാതെ സ്വാധീനിക്കുന്ന വരികളായി അവതരിപ്പിച്ചതാണ്. അതിലേക്ക് പോകുന്നില്ല. തലവാ മുഹമ്മദ് അബ്ദുൽ മുസ്ലിയാർ എന്ന ദക്ഷിണ കേരള ജനകത്തിലൂടെ വായലായ ആ മനുഷ്യൻ എഴുതിയ പുസ്തകമാണ്, നമുക്കൊക്കെ അറിയാം, ഈ ബൈത്ത് കിതാബ് അൽ മവാഹിബുൽ ജദിയ്യ. അതിന് ബൈത്ത് കിതാബില് കുറെ ഖുറാഫാത്തുണ്ട്, കുറെ വഈഫ ഹദീസൊക്കെ കുത്തി നിറച്ചിട്ടുണ്ട്. എന്നാൽ ചില തസ്കിയത്ത് ചിന്തകൾ അതിലൂടെ ഉണർത്താറുണ്ട്. അതാണ് ഞാൻ 4 വരി ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ പാടിയത്. ഖബറന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാ വിട്ട് നീ കരയേണ്ടതാ, മേടക്ക് പകരം മാളമാ സുബ്ഹാന, റബ്ബി അതിൽ കിടക്കേണ്ടതാണ് സുബ്ഹാന. ആ ഖബർക്ക് നമ്മളെ നമ്മളെ വീട്ടിൽ നിന്ന് നമ്മളൊരു ഇറക്കിറങ്ങിയാണ്. അത് എന്നത്തെ ഇറക്ക? ഹജ്ജിനും മൃഗമോ ഇറക്ക അല്ല, കല്യാണത്തിന്റെ ദിവസത്തിൽ നമ്മളൊരു ഇറക്കിറങ്ങി. ആ ദിവസത്തിൽ നമ്മളിങ്ങനെ പന്തല് ക്ഷണിക്കും എല്ലാരും. സമയമായി കഴിഞ്ഞാൽ കൂട്ടുകാർ വന്നിട്ട് പറയും, ചങ്ങായെ കൃത്യം 2:15 ഇറങ്ങണം, 2:15 അവിടെ എത്ര നാളാ, 3 മണിക്ക് ഉസ്താദ് വരും, കത്തിക്കാം മാറ്റിക്കാം. ഓനെ കൊണ്ടുപോകും, ഒറ്റക്ക് കുളിക്കും, കൂട്ടുകാരനെ പുതുവസ്ത്രം ധരിപ്പിച്ചു കൊടുക്കും. ശരിക്കും ചിന്തിക്കണം സഹോദരികളും സഹോദരന്മാരുമായി നമ്മൾ ഓർക്കണം ഈ രംഗം. നമ്മുടെ ജീവിതത്തിൽ മറക്കാനാകാത്തൊരു സുദിനം കഴിഞ്ഞു കിട്ടും. അങ്ങനെ പുതുവസ്ത്രം ധരിച്ച് അതൊക്കെ സുഗന്ധം പന്തല് കൊണ്ടുവന്നിട്ടുണ്ട്.
ഈ ഇരുത്തത്തിൽ ഫോട്ടോ എടുക്കലും കൈ കൊടുക്കലും മോതിരട്ട് കൊടുക്കലും ഉമ്മ വെക്കലും ഗിഫ്റ്റ് കൊടുക്കലും വല്ലാത്തൊരു മുഹൂർത്തമാണ്. പിന്നെ അലങ്കരിച്ച് നിർത്തിയ വാഹനത്തിലേക്ക് 2 കാലുകൊണ്ട് നടന്ന് കൂട്ടുകാരുടെ അകമ്പടിയോടുകൂടി അവൻ കയറും. കയറിയിട്ട് അങ്ങനെ പോകും. പാട്ടും കളി തമാശയൊക്കെ ആവുമ്പോ അവൻ പറയും, ശ്രീമാനെ നേരം പോയിട്ട് തിരിച്ചു വിടല്ലേ, സ്വീപ്പാക്കല്ലേ, ഓല് പോയി രാത്രിയാകട്ടെ, ഇപ്പൊ തിരക്കൂട്ടിയൊരു കാര്യമില്ല. എല്ലാത്തിനും മുഹൂർത്താണ്. മക്ക ജീവിതത്തിൽ അനുഭവിച്ചത് പച്ചയായ കാര്യം പറയണം. അങ്ങനെ നിക്കാഹ് കഴിഞ്ഞ് അതേ കാറിൽ അവന്റെ ഇണയുമായി അവൻ വീട്ടിലേക്ക് വരും. പരിചയങ്ങളും പുതുക്കലും അവിടെ ഫോട്ടോസും പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മുടെ നാട്ടിലൊരു മാമൂൽ മുഹൂർത്തം ഉണ്ടെന്നുണ്ട. ആ സമയമാകുമ്പോ എന്ത് ചെയ്യും? ഓണയിലുള്ള കാണാക്കി കൊടുക്കും. ആ മണിയറ സോഫ്റ്റായ മെത്തയുണ്ട്, തലയണയുണ്ട്, പൂവുകളുണ്ട്, സുഗന്ധപരിമളമാണ്, ഇന്റർനെറ്റ് കണക്ഷൻ ഉണ്ട്, അത്യാധുനിക സൗകര്യങ്ങളെല്ലാം ഒരുക്കിയ മണിയറ. ആ മണിയറയിലേക്കായി ഇവ മിഥുനങ്ങൾ അങ്ങ് കയറി അതിന്റെ വാതിലങ്ങ് കൊച്ചിയിട്ടാൽ പിന്നെ അത് എപ്പോഴാണ് തുറക്കേണ്ടത് എന്ന് അവനാണ് തീരുമാനിക്കുന്നത്. അല്ലേ? ഇങ്ങനെ ദിവസം നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടില്ലേ? ഉണ്ട്, ഇനിയുമുണ്ട്. നമുക്കിതുപോലെ ഒരു ആദ്യ പകലും ഒരു ആദ്യരാത്രിയും. അത് നമ്മുടെ മരണത്തിന്റെ അന്നത്തെ പകലാണ്, രാത്രിയാണ്. കല്യാണ ദിവസം പുതിയാപ്ല ഒറ്റക്കാണ് കുളിച്ചതെങ്കിൽ മരണമാകുന്ന ദിവസത്തിലുണ്ടല്ലോ നമ്മുടെ കൂട്ടുകാര് നമ്മളെ കുളിപ്പിക്കുകയല്ലേ ചെയ്യുന്നത്. കല്യാണ ദിവസം നമ്മൾ പുതുവസ്ത്രം ധരിച്ച് സുഗന്ധം പൂശിയെങ്കിൽ മരണമാകുന്ന ദിവസത്തിലും അവർ പുതുവസ്ത്രം ധരിപ്പിച്ചു തന്ന് അതിന്മേൽ പൈനീർ തെളിക്കുകയല്ലേ ചെയ്യുന്നത്, സുഗന്ധം തേക്കുകയല്ലേ ചെയ്യുന്നത്. കല്യാണ ദിവസം പുതുമാരൻ പുതുവസ്ത്രം ധരിച്ച് പന്തലിൽ വന്ന് അണിഞ്ഞൊരുങ്ങി നിന്നതുപോലെ മരണമാകുന്ന ദിവസത്തിലും അതാ ആ കഫൻ പുടവ ചുറ്റി അങ്ങനെ കട്ടിലിൽ കൊണ്ടുവന്ന് വീടിന്റെ മുറ്റത്ത് കാഴ്ചക്ക് വെക്കുകയാണ്. അവസാനത്തെ കാഴ്ചയാണ്. വീട് വിട്ട്, നാട് വിട്ട്, ഭാര്യയെ വിട്ട്, മക്കളെ വിട്ട്, മാതാപിതാക്കളെ വിട്ട്, സമ്പത്ത് വിട്ട്, കച്ചവടം വിട്ട്, രാഷ്ട്രീയം വിട്ട്, മത സംഘടന വിട്ട്, സകല ആളുകളെയും വിട്ട് പോകുന്ന യാത്രയാണ്. ആ യാത്രക്ക് വേണ്ടി നമ്മളെ കൊണ്ടുവന്ന് കിടത്തുമ്പോ അവിടെ ഉമ്മ വന്ന് കെട്ടിപ്പിടിക്കുന്നു, ഓമന മക്കളതാ നെഞ്ചത്ത് വീണ് കരയുന്നു, ഭാര്യതാ പറയുന്നു എന്നെ വിധവയാക്കുകയാണോ, ഉമ്മ ചോദിക്കുന്നു ഞങ്ങളെ നിരാലംബരാക്കുകയാണോ, അനാഥയാക്കുകയാണോ, മക്കൾ ചോദിക്കുന്നു. മൈനറിയത്തിയുമായി കണ്ടടം ഒലിച്ചില്ലേ, മണവാട്ടിയെയും വിട്ടതത്ഭുതമല്ലേ, ഇരുമുമ്പിലെന്നും പുഞ്ചിരിച്ചവളല്ലേ, വാവിട്ട് നിലവിളിച്ചതത്ഭുതമല്ലേ, കെട്ടിപ്പിടിച്ചവർ ചുംബനം നൽകില്ലേ, അവളന്യമെത്തയിൽ പെട്ടതത്ഭുതമല്ലേ. ആര് കഴിഞ്ഞിട്ടെന്താ കാര്യം? പോയ റൂഹിനെ തിരിച്ചു തരാൻ ഒരാൾക്കും കഴിയില്ല, സംശയമില്ല കാര്യത്തിൽ. അങ്ങനെ പുതിയാപ്ല 2 കാലുകൊണ്ട് നടന്ന് അലങ്കരിച്ച വാഹനത്തിലാണ് കയറിയതെങ്കിൽ തിരിച്ചു വരുമ്പോൾ അവന്റെ മണവാട്ടിയുമായി അവൻ മണിയറയിലാണ് കയറിയിരുന്ന് ശ്രമിച്ചതെങ്കിൽ മരണമാകുന്ന ദിവസത്തിലുണ്ടല്ലോ ഇതുപോലെ തന്നെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ 4 കാലുള്ള മയ്യത്തും കെട്ടില് അല്ല 6 കാലുള്ള മയ്യത്തും കെട്ടില് നമ്മുടെ വീട്ടിന്റെ ഉള്ളിലേക്ക് കയറി വരികയാണ്, നമ്മളെ അതിൽ താങ്ങിക്കടത്തുകയാണ്, കൂട്ടുകാരെ തോളിൽ വെച്ച് യാത്ര പോവുകയാണ്. ബുഖാരി ഉദ്ധരിക്കുന്നു, ഇദാ ഉളിയത്തിൽ ജനാസത്തു ഫഹ്തമലഹു الرجال على عناقه إن كانت صالحة قالت قدموني قدموني وإن كانت غير صالحة قالت لأهلها أخروني أخروني يسمع صوتها كل شيء إلا الإنسان ويسمع الإنسان صيحا. മുഅ്മിനീങ്ങളെ, സഹോദരികളെ, ഉമ്മമാരെ, കൂട്ടുകാരെ, നമ്മൾ ആലോചിക്കണം. പുരുഷന്മാര് മയ്യത്തും കെട്ടിലെടുത്ത് തോളിൽ വെച്ച് യാത്ര തുടർന്നാൽ നല്ലൊരു മയ്യത്താണെങ്കിൽ അതിന്റെ ആത്മാവ് ആകാശലോകത്ത് വെച്ച് വിളിച്ചു പറയും, ബുദ്ധിമോനി എന്നെ നിങ്ങളൊന്ന് കൊണ്ടുപോകണം. എന്താ കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു,
ആത്മാവിനെ മലായിക്കത്തുകൾ ഏറ്റെടുത്ത് കൊണ്ടുപോയി ഒല്ലിയൂൻ എന്ന സ്വർഗക്കാരുടെ ലിസ്റ്റിൽ പേര് ചേർത്ത് കഴിഞ്ഞ് പിന്നീട് വിചാരണയ്ക്ക് വേണ്ടി ഖബറിലെ ഹിസാബിന് വേണ്ടി ആത്മാവിനെ തിരിച്ചു കൊടുത്ത് ആ വിചാരണയിൽ ആ വിശ്വാസി പാസ്സായി കഴിഞ്ഞാൽ വിളിച്ചു പറയാൻ ഏൽപ്പിക്കപ്പെട്ട ഒരു മലക്ക് വിളിച്ചു പറയും. അള്ളാന്റെ കൽപ്പന പ്രകാരമാണ് ഈ അള്ളാന്റെ അടിമ സത്യം പറഞ്ഞിരിക്കുന്നു. നമുക്ക് അള്ളാഹു നൽകട്ടെ. അമീൻ പറഞ്ഞോളൂ. അള്ളാഹു ആ സൗഭാഗ്യം നൽകട്ടെ. എന്താണ് സൗഭാഗ്യം? മലക്ക് പറയും അവന്റെ ഖബറിൽ ഒരു സ്വർഗത്തിന്റെ പുടവ ബ്ലാങ്കറ്റ് വിരിച്ചു കൊടുക്കി, സ്വർഗത്തിന്റെ ഒരു കുപ്പായ മോനുകൾ അണിയിച്ചു കൊടുക്കി, സ്വർഗത്തിലേക്ക് അവന്റെ ഖബറിൽ നിന്നത് ബാബ് തുറന്നിട്ട് കൊടുക്കി. സുബ്ഹാനല്ലാഹ്. ഇത് കിട്ടാൻ വേണ്ടി മയ്യത്ത് കട്ടിലിൽ കിടന്നുകൊണ്ട് വിശ്വാസി ആത്മാവ് പറയും, ഖദ്ദിമൂനി, എന്നെ വേഗം ആ സ്വർഗീയ മണിയറയിലേക്ക് കൊണ്ടുപോകൂ. മോശപ്പെട്ടൊരു മയ്യത്താണെങ്കിൽ ആ മയ്യത്ത് വിളിച്ചു പറയും കാലത്ത് അവന്റെ അഹലുകാരോട്, എന്റെ നാശമേ, എങ്ങോട്ടാ കൊണ്ടുപോകുന്നത്? അഖിറൂനി, ഇവിടെ വ്യക്തി കൊണ്ടുവരുന്നത്. എന്താ കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മോശപ്പെട്ടവന്റെ വിചാരണ അവിടെ വെച്ച് ആകാശ ലോകത്ത് വെച്ച് ആത്മാവിനെ ഉയർത്തുമ്പോൾ വിശ്വാസിയുടെ ആത്മാവ് 7 ആകാശം കടന്ന് അല്ലാഹുവിന്റെ ദർബാറിലെത്തുമെങ്കിൽ ഫാസിഖും ഫാജിറും മുനാഫിഖും കാഫിറും മുശ്രിക്കും തമ്മാടിയുമായ ഒരു തന്റെ ആത്മാവ് 1-ാം ആകാശത്തിന്റെ വാതിൽ മുട്ടും. ഫലാ യുഫത്തഹു ലഹു അബ്വാബ സമാ. മലായിക്കത്തുകൾക്ക് വേണ്ടി കൊണ്ടുപോകുന്ന മലക്കുകൾക്ക് വേണ്ടി ഈ ആത്മാവിന് വേണ്ടി ഡോർ തുറക്കൂല. മോശപ്പെട്ടവന്റെ ആത്മാവ് അള്ളാഹുവിന്റെ അടുത്ത് പോയിട്ട് 1-ാം ആകാശത്തിന്റെ ഡോർ തന്നെ തുറക്കൂല. അവിടെ നിന്ന് മലക്കോട് പറയും, നിങ്ങൾ എന്തിനാണ് ആ കൈ വേസ്റ്റ്, ആ ചീഞ്ഞ മണമുള്ള സാധനം ചേർക്കുന്നത്? വലിച്ചെറിഞ്ഞാലേ. വിശ്വാസികളാണെങ്കിലോ ഇല്ലിയൂനിൽ രേഖപ്പെടുത്തി ഗംഭീരമായ അകമ്പടിയോടുകൂടി ഖബറിലേക്ക് എടുത്തിച്ചോളൂ. ബന്ധതോ അവിടുന്ന് വലിച്ചത്. ഞാനത് സജ്ജീൽ എന്ന രേഖയിൽ ചേർക്കുക. എവിടെയാണ് സജ്ജീൽ? ഭൂമിയുടെ അടിത്തട്ടിൽ ഫലകത്തിലാണ്. ഫിറഔന്റെ കൂടെ, ഹാമാന്റെ കൂടെ, നമ്രൂദിന്റെ കൂടെ, കാറൂന്റെ കൂടെ, ഉബൈ ബിൻ കഅബിന്റെ കൂടെ, അബൂ ലഹബിന്റെ കൂടെ, അങ്ങനെ മരിച്ച ഒരുപാട് സ്വേച്ഛാധിപതികളുടെ സന്യാസികളുടെ കൂടെ മുഅ്മിനീങ്ങളെ സാജിദിന്റെയും അബ്ദുറഹ്മാന്റെയും ഫാത്തിമാന്റെയും സുലൈഖാന്റെയും പേര് ചേർത്തിയാൽ ഇവിടെ നല്ലൊരു മൊബൈൽ ഫോണും നല്ല വീടും സെറ്റപ്പും ആൾക്കൂട്ടും ഗംഭീരമായ അകമ്പടിയിലേക്ക് എന്ത് കാര്യകൂട്ടരെ ആ കോലത്തിലെ പോണെങ്കിൽ. അതുകൊണ്ട് നഫ്സു തയ്യിബിനെ അല്ലാഹു നൽകുമാറാകട്ടെ. നഫ്സുൽ ഖബീസ് എന്ന മയച്ചാത്മാവിന്റെ യാത്രയിൽ നിന്ന് അല്ല നമ്മളെയും അന്ന് വേർപെട്ടു പോയവരെയും ആ ആത്മാവിന് നരകത്തിൽ നൽകുന്നത് നരകത്തിന്റെ പ്രളയാണ്, നരകത്തിന്റെ ആവിയാണ്, നരകം കണ്ടുകൊണ്ട് കിടക്കുന്ന നരകത്തിന്റെ വസ്ത്രമാണ്. അവരിലേക്ക് ഒരു റജുൽ വരുമെന്ന് റസൂലുള്ളാഹി പറഞ്ഞു. വെളുത്ത മുഖമുള്ള നല്ല വെള്ള വസ്ത്രം ധരിച്ച സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ ഖബറിലേക്ക് വരും. എന്നിട്ട് അവനോട് പറയും, പുതിയാപ്പറങ്ങണ പോലെ അടിച്ചിട്ട് ശ്രമിച്ചോ, അള്ളാഹു നിനക്ക് നൽകാമെന്ന് പറഞ്ഞത് കിട്ടിയില്ലേ, കണ്ടില്ലേ? അപ്പൊ ഈ വിശ്വാസി ഖബറിൽ വെച്ച് വന്ന രൂപത്തോട് ചോദിക്കും, മൻ അൻക, നീ ആരാണ്? ആ സമയത്ത് പറയും, അനഅമലുക സ്വാലിഹ്, ഞാൻ ദുനിയാവിൽ ചെയ്തു കൂട്ടിയ സ്വാലിഹായ അമലുകളുടെ ഒരു രൂപമാണ്. അവൻ നമ്മൾ ദുനിയാവിൽ വെച്ച് ചെയ്ത അമലു സ്വാലിഹാത്തുകൾ അള്ളാഹ് കബൂലാക്കിയില്ലെങ്കിൽ ഒരു സംശയം വേണ്ട, ഖബറിൽ വരുന്ന ആള് നല്ല പ്രകാശം സുഗന്ധമുള്ള ചുവടുക്കുള്ള നമ്മുടെ അമലാണ്. മോശപ്പെട്ടവന്റെ അടുത്തേക്ക് വിരൂപിയായ രൂപം വരും, ദുർഗന്ധം അടിച്ചു വീശും. ഈ ഖബറിൽ കിടക്കുന്ന മനുഷ്യൻ അസഖ്യമാകും. അവൻ ചോദിക്കും, ആരാണ്? അവൻ പറയും, അമലുകൾ ഖബീസ്, ഞാൻ നിന്റെ വൃത്തികെട്ട അമലുകളാണ്. അതുകൊണ്ട് റമദാനിൽ ശൈത്താനെ കെട്ടിട്ട് സ്വർഗത്തിന്റെ കവാടം തുറന്നിട്ട് നരക കവാടം അല്ലാഹ് അടച്ച്
നന്മയിലേക്ക് വരൂ എന്ന് വിളിച്ച് അള്ളാഹു തആല പ്രത്യേകം ബർക്കത്ത് നൽകി. അതുകൊണ്ട് നമ്മൾ എല്ലാ മാണ്ടാത്തലും റമദാനിൽ അൽഹംദുലില്ലാഹ് നിർത്തി. ഉദയം മുതൽ അസ്തമയം വരെ എന്തായാലും നിർത്തി. ചിലവരോ ഉദയം മുതൽ അസ്തമയം വരെ കഴിഞ്ഞാൽ പിന്നെ വീണ്ടും തുടങ്ങും അല്ലേ? ഈ ആത്മാവിന് പുകഴ്ന്ന ആൾക്കാർ ഈ സദസ്സിലുണ്ടോ? അറിയില്ല കേട്ടോ, ഞാൻ കുറ്റം പറയില്ല. ആത്മാവിന് പുകഴ്ന്നു മനസ്സിലായ എന്താ മനസ്സിലായത്? അങ്ങനെ മനസ്സിലായില്ലേ? ആത്മാവിന് പുകഴ്ക്കുക എന്ന മഹരിബാങ്ക് കൊടുത്ത് വെള്ളം കുടിക്കണമെന്ന് ഈത്തപ്പഴാണ് സുന്നത്തെന്ന് റസൂൽ പറഞ്ഞുകൊണ്ട് അതാണ് തിന്നത്. വെള്ളവും പറഞ്ഞാൽ പിന്നെ ഫസ്റ്റ് നൈറ്റാണ് തോന്നിട്ടോ പുറത്തുനിന്ന് കേൾക്കാണ്. എന്റെ കല്യാണം കഴിഞ്ഞാൽ ആ കോലത്തിൽ നിൽക്കുക. എന്റെ വീടി ചേർത്തും വേറെ ചുരുത്തിയിട്ട് ഇതിനുള്ളിൽ കേട്ടിട്ടുണ്ടെങ്കിൽ ഓർക്കത് വേണം. തറാവീസ്കാരം കഴിഞ്ഞാലെങ്കിലും വേണം. എന്തിനാ കൊടുത്തത്? ഒരു മാസം തികച്ച ഈ സമയത്ത് പിടിച്ചെത്തിയിട്ട് ഇതെന്തിനാണത്? പിന്നെ സീരിയൽ, സിനിമകള്, മ്യൂസിക്, ഹറാമുകള്, വേണ്ടാത്തരങ്ങൾ ഒക്കെ ഈ റമദാനിൽ ഹറാമി കഴിഞ്ഞ ഉടനെ നമ്മൾ കാണും. അല്ലാഹു നമ്മെ ഈ ദൗർബല്യത്തിൽ രക്ഷപ്പെടുത്തുമാറാകട്ടെ. റമദാനിന്റെ ഓരോ രാത്രിയിലും നരകത്തിൽ നിന്ന് അല്ലാഹു ഒരു പിടുത്തം പിടിച്ച് സ്വർഗത്തിൽ ആളുകളെ ഫ്രീ ആയിട്ട് കയറ്റും. ഇത് ഹദീസുള്ള 30 ദിവസം മാത്രമേ ഓഫറുള്ളൂ. എത്ര? 30 ദിവസം മാത്രമേ ഓഫറുള്ളൂ. ചൊവ്വാലിൽ അമ്പളിക്കള കാണുന്നതോടുകൂടി പിന്നെ ഓഫറില്ല. അല്ലാതെ പിടുത്തം പറഞ്ഞാല് നമ്മുടെ നാട്ടിലേതെങ്കിലും മല്ലന്മാര് പിടിക്കണ പോലെ JCB ഒക്കെ അതിനോ പിടിക്കണ പോലെ ഒന്നല്ല. അള്ളാഹുവിനെ കണക്കാക്കേണ്ടത് കണക്കാക്കിയിട്ടില്ല. പ്രപഞ്ചത്തെ മൊത്തം വന്ന 2 കൈപ്പിൽ അള്ളാഹുവിനെ കുട്ടികളെ പങ്കുപിടിക്കുന്നതോടുകൂടി അതാണ് റബ്ബിന്റെ വലിപ്പം. എന്നാൽ നമ്മൾ പറഞ്ഞ അല്ലാഹു അക്ബർ ഉണ്ടല്ലോ, അതിന്റെ വലിപ്പം നമുക്ക് മനസ്സിലായിട്ടില്ല. അത് വല്ലാത്ത അക്ബറാണ്. അള്ളാഹിനെ പോലെ വലിപ്പമുള്ളവൻ, ആരോഗ്യമുള്ളവൻ, എല്ലാ നിലക്കും കുതിർത്തുള്ളവൻ ഇല്ലാതെ ആ അള്ളാഹു തആല ഓരോ നോമ്പെടുത്തു കഴിഞ്ഞാലും നരകത്തിൽ ഇങ്ങനെ ഒരു പൊരുത്തം കുറിച്ചു. ആ പൊരുത്തത്തില് കഴിഞ്ഞ 6 16 ഈ 6 5 നോമ്പങ്ങൾ പോയി. ഈ 5 അള്ളാഹ് പിടിച്ച പൊരുത്തത്തില് നമ്മൾ ആരെങ്കിലും പെട്ടുകണമെങ്കിൽ പിന്നെ കൂട്ടി നമ്മൾ എന്തിനാ പേടിക്കണത്? സ്വർഗത്തികൾ മാറ്റാണ് അള്ളാഹ്. പിടിച്ചുകളെന്ന് അറിയാൻ വല്ല ഓർമ്മയുണ്ടോ? ഇല്ല. അത് 30 നോമ്പ് പ്രതീക്ഷിക്കാം. നോമ്പിന് ശേഷം നന്നാക്കാം. ഞാൻ 1-2 കാര്യങ്ങൾ പറയാൻ അവസരിക്കുകയാണ്. എത്ര സമയം പരിചയമുള്ളത്? 2 മണി തീർത്തോ? 2 അപ്പോ ഈ ഖബർ എന്ന് പറയുന്ന ലോകത്ത് അവിടെ രക്ഷപ്പെടാൻ നമുക്ക് വേണം. മണിയറയിലേക്ക് പ്രിയാപ്രയും പുതിയ വന്ന് കാറിൽ വന്ന് കയറി അതിന്റെ വാതിലടച്ചു. എന്നാൽ ഇനി മരണമാകുന്ന ദിവസത്തില് ഇതുപോലെ തന്നെ നമുക്ക് ആ ഖബറാകുന്ന നമ്മുടെ മണിയറയിലേക്ക് നമ്മൾ കയറി അവിടെ എല്ലാവരും വന്നു നിന്ന് അവിടെ ആ കല്ലുകൾ വെച്ച് ചളി തേച്ച് ഓട്ടയടച്ച് 3 പിടി മണ്ണ് വാരിയിട്ട് അവിടുന്ന് തസ്ബീഹ് ചൊല്ലി തിരിച്ചു പോന്നാൽ പ്രിയമുള്ളവരെ നമ്മുടെ ആ മണിയറയുടെ വാതിൽ അന്ന് ദുനിയാവിൽ പുതിയാപ്ലയും പുതിയല്ലും എന്താണോ അത് തുറക്കാൻ ഉദ്ദേശിച്ച് അന്ന് അവർക്ക് തുറന്നാൽ മതി. എന്നാൽ ഖബറാകുന്ന മണിയറയുടെ വാതില് അത് തുറക്കാൻ നമ്മുടെ കയ്യിൽ ചാവിയില്ല. രണ്ടാമത്തെ ഊത്ത് ഇസ്രാഫീൽ എന്ന മലക്ക് കാഹളത്തിൽ ഊതുമ്പോൾ ആ ഡോർ അന്ന് തുറക്കുക. അതിന്റെ ചാവി ആരെ കയ്യില? അറിയില്ല, ഇസ്രാഫീലിന്റെ കയ്യിലാണ്. മണിയറയാകുന്ന നമ്മളെ വീട്ടിലെ മണിയറയെ ചാവി ആരെടുത്താ? നമ്മളെടുത്താണ് ഇല്ലേ? ആ മണിയറയിൽ നമുക്ക് ബെഡുണ്ട്, മെത്തയുണ്ട്, സ്വരൂപമായ എല്ലാം ഉണ്ട്. എന്നാൽ ഖബറാകുന്ന മണിയറയിൽ നമുക്കുള്ളത് എന്താണ്? മണ്ണിന്റെ തലയിലയാണ് അതിൽ നിനക്കുള്ളത്, ഇടുക്കത്തിനാൽ ഇരുഭിത്തിയാണ് അതിലുള്ളത്, അതിലുള്ള ബാബുകൾ ഭദ്രമായി പൂട്ടുന്നതാ, താക്കോൽ ഇസ്രാഫീൽ സൂക്ഷിക്കുന്നതാ. അവിടുത്തെ ചാവി അവിടെ. ഇവിടെ നമുക്ക് പാല്, ബദാം, പിസ്ത,
അല്ലേ? മാമൂലനുസരിച്ച് എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. കുടിച്ച് മതിച്ച് ആസ്വദിച്ച് തിന്ന് കൊഴുപ്പിച്ച നമ്മളെ ഈ ചർമ്മമുണ്ടല്ലോ, ഈ മാംസമുണ്ടല്ലോ, ഈ മജ്ജയും ഈ എല്ലുമുണ്ടല്ലോ, ഇതൊക്കെ കബറാകുന്ന വീട്ടിലേക്കാണ് ചെന്നാൽ അവിടെ കുറച്ച് ആൾക്കാർക്ക് അള്ളാഹു തആല ഭക്ഷണത്തിന് കൊടുക്കും. ആരാ അവിടുത്തെ വിരുന്നുകാര്? ചിതലും പുഴുക്കൾ താവളം പെരുത്തുണ്ടതിൽ സന്തോഷമാണ് അവകൾക്ക് നീ ചെല്ലുന്നതിൽ പൊൻവർണ്ണ കോമള മൃദുലമായ ശരീരമേ സമരത്തിലാണ് പരസ്പരം തിന്നുന്നത്. കാട്ടില്ല റേഷൻ വേണ്ട പോലതിനുണ്ട്, സിസ്റ്റമില്ല തള്ളനാണത് കൊണ്ട് അഴുകുന്നതാണ് 3 ദിവസം കൊണ്ട്. സുഹൃത്തുക്കളെ നമുക്കുള്ള നേത്രം 2, ഉടൻ തന്നെ മുഖമിൽ കാണുമേ ഗുഹ 2, നോക്കുന്ന നേരം മണ്ടുമേ ഭയം കൊണ്ട്. ഈ പാട്ടിലൂടെ നാം പറഞ്ഞ കാര്യം റസൂലുള്ളാഹി ഹദീസിൽ പറഞ്ഞതല്ലേ? ഇത് നടക്കാൻ പോകുന്ന യാഥാർത്ഥ്യമല്ലേ? നാം തേച്ച് വലിക്കിയ വർണ്ണവർദ്ധ വസ്തുക്കൾ പുരട്ടി തുരികം പ്ലഗ് ചെയ്ത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ചോട്ടുള്ള പല്ല് ഒന്നുകൂടി ബ്യൂട്ടീഷ്യനകത്ത് കൊണ്ടുപോയി പിന്നെയും ക്ലിപ്പിട്ട് സുഗന്ധം പൂശി ശരീരത്തിന് അംഗലാവണ്യങ്ങൾ കാണിച്ച് ഭർത്താവിന്റെ കൂടെയും അല്ലാതെയും ഒക്കെ പരസ്യമായി പുറത്തിറങ്ങുന്ന എന്റെ പെങ്ങളെ സഹോദരി ഉമ്മ, ഈ ശരീരം ബിരിയാണിക്ക് താഴെ പേന്റിറങ്ങൽ കിബറിന്റെ അടയാളമാണെന്നും അത് തുണിയായാലും പേന്റായാലും ബിരിയാണിക്ക് താഴെ വസ്ത്രം താഴ്ത്തുന്നവൻ കിബറുള്ളവനാണ്. നമ്മളിന് വിനയുള്ളവനാണ്, എത്ര നെറ്റിമൽ ഒട്ടിച്ചിട്ടും കാര്യമില്ല. ഇന്നെപ്പോലെ വിനയുള്ളവൻ ആരുമില്ലാന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. ബിരിയാണിന്റെ താഴെ ഇഞ്ച് താഴ്ന്നാൽ ഒരു രക്ഷയില്ല. കൊത്തുകൾ കിട്ടിയിട്ട് ഉറക്കത്താറുള്ളാനോ കോട്ടല് പുറത്ത് കാണിച്ചാൽ വിളിച്ചിട്ട് മുണ്ടണില്ല. കാണാൻ വന്ന കൂട്ടത്തില് ചെറുപ്പക്കാരുടെ സൗണ്ട് ബിരിയാണിന്റെ താഴത്തേക്ക് ഞാൻ മൂടിയിട്ടുണ്ട്, വസ്ത്രങ്ങൾ തട്ടിയില്ല. ആ ഒരു അവസ്ഥയിൽ മുഖത്തവൻ തിരിച്ചു വിളിച്ചിട്ട് എന്റെ വസ്ത്രം നീ പൊക്കിയെടുക്കുക, എന്റെ വസ്ത്രത്തിന് ഈട് കിട്ടാനോ അള്ളാന്റെ അടുത്തേക്ക് എനിക്ക് വലിയ കൂലി കിട്ടാനോ റസൂലുള്ളാഹിന്റെ പള്ളിയിൽ ഒരുത്തൻ നിസ്കരിക്കാൻ റസൂലുള്ളാഹി വസ്ത്രത്തിലേക്ക് നോക്കി, അപ്പൊ കണ്ടുന്ന ഒരാളെ എത്തപ്പറ്റി കഥ കൈ പൊക്കണേ. അപ്പൊ പറയില്ല കണങ്കാലിന്റെ മധ്യത്തിലാണ് മുമ്പിന്റെ വസ്ത്രത്തിന്റെ അളവ്. എന്നാൽ ഇത്ര ആക്കേണ്ട ആവശ്യമുണ്ടോ? എല്ലാവർക്കും പറ്റിക്കോണമെന്നില്ല. കയ്യിനോട് ആക്കുക നിർബന്ധമുണ്ടോ? ഇല്ല. എക്സ്റ്റൻഷൻ ഇവിടെ ബിരിയാണിന്റെ തൊട്ടുമുകളിൽ ബിരിയാണി ഇങ്ങനെ കാണണം. ഈ വസ്ത്രം നമ്മുടെ ശരീരത്തിന് ദേഹേച്ഛയ്ക്ക് വേണ്ടി നമ്മൾ അണിഞ്ഞാൽ, സഹോദരിമാരെ ഈ രൂപത്തിലുള്ള വേഷവിധാനങ്ങൾ അണിഞ്ഞാൽ ഈ ശരീരം പുഴുക്കളും ചിതലുകളും വണ്ടുകളും തിന്നു തീർക്കാനുള്ളതാണ്. ദേഹേച്ഛയ്ക്ക് വേണ്ടി നാം ഈ രൂപത്തിൽ മുന്നോട്ട് പോയാൽ നാളെ കോഴ ലക്ഷ്യം ഉണ്ടാവില്ല. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഖബറിന്റെ അദാബ്, അവിടുത്തെ രക്ഷയും ശിക്ഷയും അനവധി പറയാനുണ്ട്. 1-2 ഹദീസ് മാത്രം ഞാൻ പറഞ്ഞ അവസാനിപ്പിക്കുകയാണ്. ഞാൻ ആമുഖത്തിൽ ഓതിയ ആയത്ത് ബർസഖുമായി ബന്ധപ്പെട്ടതാണ്. സൂറത്തുൽ മുഅ്മിനൂനിന്റെ ആയത്താണ്. അവർ ബർസഖി ലോകത്ത് ശിക്ഷ അനുഭവിക്കുമെന്ന് അല്ലാഹു തആല പറഞ്ഞ ആയത്താണ്. എന്നാൽ ഖബറിൽ ആർക്കൊക്കെ രക്ഷയും ശിക്ഷയും ഉണ്ട് എന്ന് റസൂലുള്ളാഹി വിശദീകരിച്ചെടുത്ത് എല്ലാം കൂടെ പറയാനുള്ള അവസരമല്ല. ഈ റമദാൻ തന്നെ നല്ല അവസരം ഉണ്ടെങ്കിൽ കമ്മിറ്റി എനിക്ക് തരികയാണെങ്കിൽ ഇതിന്റെ 2ാം വാക്യം പൂർത്തിയെ കടം വീട്ടാതെ മരിച്ചാൽക്കുള്ള ശിക്ഷ, ചെറിയ ശിക്ഷകൾ, വലിയ ശിക്ഷകൾ, ഒലൂലുകൾ, മോഷണം നടത്തിയവർ, വഞ്ചിച്ചെടുത്തവർ ഒക്കെ കത്തിച്ചരിക്കുന്ന ശിക്ഷകൾ, റസൂലുള്ളാഹി കണ്ട ഖബറിലെ 4 ശിക്ഷകൾ ഒക്കെ പറയാൻ. അപ്പൊ മുഅ്മിനീങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അതേപോലെ തന്നെ ഇബ്നു റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്താ ഇബ്നു റളിയല്ലാഹു അൻഹു പറയുന്നത് കേട്ടോളൂ. അൻ അബി
അൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇബ്നു റളിയല്ലാഹു അൻഹു പറയുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാല ഹാദല്ലദീ തഖററക ലഹുൽ അർശ് വഫദിയത ലഹു അബ്വാബ അസ്സമാ വശഹിദു 70000 മിനൽ മലായിക. മഹാനായ മുആദ് ഇബ്നു എന്താ പറയാ ആ സഹാബിയുടെ പേര് ഞാൻ പറഞ്ഞു, ഖബറില് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു. സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു മരണപ്പെട്ടപ്പോൾ തഹററക ലഹുൽ അർശ്, അല്ലാഹുവിന്റെ അർശ് കുലുങ്ങി. അത്ര ശ്രേഷ്ഠവാനാണ് വ്യക്തി. ദുനിയാവിൽ കറാമത്തുകൾ കൊണ്ട് അള്ളാഹു അലങ്കരിച്ച വ്യക്തി, ധാരാളം കറാമത്തുകൾ മഹാന സാഹിബിയാണ്. അള്ളാഹുവിന്റെ അർശ് കുലുങ്ങി. ഫതിയത്തുൽ അബ്വാബ അസ്സമാ, ഏഴ് ആകാശം തുറന്നു. 70000 മിനൽ മലായിക, മയ്യത്ത് കാണാനും പ്രാർത്ഥിക്കാനും അത് കൊണ്ടുപോകാനും മറയത് നിസ്കരിച്ച് അവിടെ മയ്യത്തിന് വേണ്ടി ദുആ ചെയ്യാനും 70000 മലക്കുകൾ. എത്ര? 70000 മലക്കുകൾ. 70000 മിനൽ മലായിക. അല്ലാഹ് ഇത്രയേറെ ആദരിച്ച വ്യക്തിത്വമാണ്. അദ്ദേഹത്തിന്റെ പ്രത്യേകത റസൂലുള്ളാഹി പറഞ്ഞതിന് ശേഷം റസൂലുള്ളാഹി ഖബറിന്റെ അദാബിനെ പറ്റി ഒരു പ്രസ്താവന നടത്തി. എന്താ പറഞ്ഞത്? ലഖദ്, കേട്ടോളൂ, ഇങ്ങനെയൊക്കെ പ്രത്യേകത ഉണ്ടായിട്ടും ലഖദ് ഉമ്മളമ്മതൻ സുമ്മ ഫറജ അൻഹു, ആ സഅദ് ഇബ്നു മുആദിനെ പോലും ഖബറിലേക്ക് വെച്ചപ്പോൾ ഖബറൊന്ന് കൂട്ടി അമർത്തി, പിന്നെ സുമ്മ ഫറജ അൻഹു വിട്ട് കളഞ്ഞു. ഇതിൽ ഉലമാക്കൾ പറയുന്നു, പ്രസവിച്ച് ഭൂമിയിലേക്ക് വീണ പിഞ്ചു പൈതൽ പോലും ഖബറിൽ ഈ ഇടുക്കത്തിന് വിധേയമാവുന്ന, അയാൾ ഇടുക്കത്തിന് വീണ്ടും ഉടനെ കൊണ്ടും അല്ല. മറ്റൊരു തഫ്സീർ അത് സ്വീകാര്യമാണോ അല്ലെങ്കിൽ അതിന്റെ സനദൊന്നും ഞാൻ പരിശോധിച്ചിട്ടില്ല എന്നോട് ഞാൻ ചോദിക്കുന്നത്. ഞാൻ പറയാം, ഒരു വാത്സല്യനിധിയായ പിതാവ് മകനെ മാറിലേക്ക് ചേർത്ത് പിടിക്കുന്നത് പോലെ വിശ്വാസിക്ക് ഖബറിലെ ഇടുക്കം അനുഭവപ്പെടും, വേദന ഉണ്ടാവില്ല. റസൂലുള്ളാഹി മിമ്പർ വന്ന് വാരിയലുകൾ കോർക്കുമാറി പിടിക്കുന്നു, എങ്ങനെ തന്നെ ആക്കിയിട്ടുണ്ട്, ഇങ്ങനെ പിടിക്കും ഖബർ. ആരെ? മോശപ്പെട്ടവരല്ല, എല്ലാരും. ഈ കറാമത്ത് വെളിപ്പെട്ട സഅദ് റളിയല്ലാഹു അൻഹു പോലും ഖബർ പിടുത്തത്തിൽ രക്ഷപ്പെട്ടിട്ടില്ലെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രസ്താവന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ്? ഖബറിന്റെ പിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ആരെങ്കിലും ഖബറിന്റെ പിടുത്തത്തിൽ രക്ഷപ്പെടുമായിരുന്നെങ്കിൽ രക്ഷപ്പെടുമായിരുന്നു, പോലും രക്ഷപ്പെട്ടിട്ടില്ല. അല്ലാഹു ഖബറിന്റെ അദാബിൽ നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആ അദാബുൽ ഖബറിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിൽ വെച്ച് സംസാരിച്ച ഒരു ഹദീസ് കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിന്റെ അദാബിനെ കുറിച്ച് റസൂൽ പള്ളിയിൽ ക്ലാസ് എടുത്തു. ഫലമ്മാ ദക്കറ ദാലിക, ക്ലാസ് അങ്ങോട്ട് കേട്ട് കഴിഞ്ഞപ്പോൾ എങ്ങനെ കരച്ചിലും കണ്ണീരും ഇങ്ങനെ കേൾക്കാൻ തുടങ്ങി. നമ്മൾക്കൊക്കെ പറഞ്ഞാൽ കൽബില് ഹസദും കിബറും പോലും പൊങ്ങച്ചൊക്കെ ഉണ്ടായിട്ടൊന്നല്ല. എന്താ ഞമ്മക്കൊന്നും കരച്ചിൽ വരാത്ത കുട്ടിനെ എനിക്കോ കേൾക്കലും ഞങ്ങൾക്കോ ഇടർച്ചക്കാത്ത എന്താ? ഖുശൂഉം അമാനത്തുകളും അഹദുകളും അങ്ങനെ തുടങ്ങി ഇൽമും ഒക്കെ ലോകാവസാനത്തിന്റെ അടയാളമായി ഉയർത്തപ്പെട്ടു കഴിഞ്ഞു. പലതും ഉയർന്നു പോയി. അങ്ങനെ ഉയർന്നു പോകുന്നതോടെ നമുക്കൊന്നും വേദന, സങ്കടം, ദുഃഖം, അലിവ് ഇതൊക്കെ കേൾക്കുമ്പോൾ വേചാറൊന്നുമില്ല. നരകത്തിന്റെ ആയത്ത് ഓതുമ്പോൾ ബോധം കെട്ട് വീഴുന്നതാണ്. നമ്മളൊക്കെ നരകത്തിന്റെ ആയത്ത് ഇമാമ് ഓതിയിട്ട് ഇമാമ് നമ്മൾ ബോധം കെട്ടെങ്കിൽ ബാക്കില് ഒരു അമ്മക്കുട്ടിയൊക്കെ നിൽക്കേണ്ടി വരും. നരകത്തിന്റെ ആയത്ത് ഓതുക ചടി ബോധം കെട്ടും. നരകത്തിന്റെ ആയത്ത് കെട്ടുമ്പോൾ അല്ല അടിച്ചിട്ട് ബോധം കെട്ടാം. മാലിക് യൗമിദ്ദീൻ, അള്ളാന്റെ മുമ്പിലല്ലേ നമ്മൾ ഫാത്തിഹ ഓതിയാണ്ട് ആ അള്ളാന്റെ മുമ്പിൽ നിൽക്കണ നമ്മക്ക് അള്ളാന്റെ മുമ്പിലാണ് നിൽക്കാനുള്ള ബോധം നമുക്കുണ്ടോ? ഞാൻ എന്നോട് ചോദിക്കും, എന്നോട് ഉണ്ടോ? റമദാൻ വരുന്നതിന് മുമ്പ് റമദാനെ പറ്റിയുള്ള ബേജാറ് വരുന്നുണ്ട്. റമദാൻ ഒരു 20 ആയാലോ പെരുന്നാളെ പറ്റിയുള്ള ആകാംക്ഷ. മനസ്സിലായി, നമുക്ക് 9 മുട്ടിയാൽ ഈ ചിന്തയ്ക്ക് ഒരുത്തം പള്ളി നിസ്കരിക്കാൻ വന്നുണ്ട്. തമാശ. അങ്ങനെ മഗ്‌രിബ് നിസ്കരിക്കാൻ വന്ന് ഇമാമ് ഫാത്തിഹ സൂറത്ത് എഴുതി നിസ്കാരം സ്റ്റാർട്ട് ചെയ്ത് ഇവൻ കൈയ്യട്ടിയിട്ട് ടെക്സ്റ്റൈൽസിലെത്തി. ഇമാമ ഫാത്തിഹ എടുക്കാണ്, അവിടെ സെലക്ഷൻ നടക്കുക നിസ്കാരത്തിന്. ഒന്നാമത്തെ റക്അത്തായപ്പോൾ ഇവന് പാന്റ് കിട്ടി, പാന്റ് പീസ് കിട്ടി. രണ്ടാമത്തെ റക്അത്തായപ്പോൾ വലിയ ഷർട്ട് ഒപ്പിച്ചു.
മൂന്നാമത്തെ റക്അത്തായപ്പോൾ എല്ലാം കൂടി ടൈലർ എത്തി ചിറങ്ങാൻ നടക്കണം ചില പോട്ടെ. അങ്ങനെ സലാം കിട്ടിയപ്പോ അതിന്റെ മുമ്പ് നാലാമത്തെ റക്അത്തായപ്പോൾ ഇതെല്ലാം കൂടി പെരുന്നാൾ വാങ്ങിക്കൊണ്ടതും അത് ഇട്ടിട്ട് പള്ളിയിൽ പോണതും ഇറച്ചപ്പോ കാട്ടി തന്നും ഒക്കെ ഇങ്ങനെ കണ്ടു. ഇമാം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞപ്പോ ഈ ചെക്കൻ അലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി എല്ലാരും കൂടി അവനെ മുഖത്ത് നോക്കിയപ്പോ നമസ്കാരത്തിലാണല്ലോ അല്ലേ. ഞാൻ തമാശല്ല, ഇതല്ലേ നമ്മളെ സ്ഥിതി. ആലോചിച്ച് നോക്കിങ്ങള്. അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ബാങ്ക് കൊടുത്താൽ നറങ്ങട്ട് മാറുന്നു, നറം മാറും. ഇഖാമത്ത് കൊടുക്കുമ്പോഴത്തിന് നെഞ്ചിരിപ്പ് കൂടും. സഹാബികൾ ചോദിച്ചു, പൊന്നാരന്റെ അലി എത്തിരങ്ങളിൽ ബാങ്ക് കൊടുത്ത് ഇഖാമത്ത് കൊണ്ടങ്ങനെ ബേജാറാണ്. ഇനി ബിലാലെന്നോ ഇഖാമത്ത് നിസ്കാരം നിസ്കരിച്ച് തരാൻ പറ്റിയ പോലെ അദ്ദേഹം മറുപടി എന്താണോ, തുല്യതയില്ലാത്ത ഒരു ശ്രദ്ധാവിന്റെ മുമ്പിലുണ്ട് ഒറ്റയ്ക്ക് വർത്താനം പറയാൻ പോകുന്ന കാര്യം എന്ന് ഭയപ്പെടുത്തുന്നതാണ്. വല്ല മോഹമുള്ള ഒരുക്കുണ്ടോ? അതുകൊണ്ട് റസൂൽ ഈ ഹദീസ് പറഞ്ഞു, ജനങ്ങളെ നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ എന്ത് ഞാൻ അറിഞ്ഞതുപോലെ നിങ്ങൾ ധാരാളം കരയുമായിരുന്നു. എന്താ കണ്ടത്? ഖബറിലാദാബ്. അള്ളാഹുവിനോട് രക്ഷ ചോദിക്കണം. സത്യമാണ്. മറ്റൊരു ഹദീസിൽ പറഞ്ഞു, വരുന്നതും ഓന്റെ ശർറു എത്ര സത്യമാണോ അതുപോലെ സത്യമാണ്. മൂത്രമൊഴിച്ചിട്ട് ശരിക്കും ശുദ്ധിയാകാത്തവരാണ് അവരിൽ ഏറ്റവും കൂടുതൽ ശിക്ഷിക്കുന്നത്. എല്ലാ നിസ്കാരത്തിന്റെ അത്തഹിയ്യാത്തിൽ മസ്ജിദ് ദജ്ജാൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പിന്നെ ആയിഷ റളിയല്ലാഹു അൻഹ പ്രാർത്ഥിക്കുന്നത്, അല്ലാഹുമ്മ റബ്ബ ജബരീല വമീകായില വഇസ്രാഫീല അഅ്ദിനി മിൻ ഹജ്ജിൻ നാരി വഅദാബിൽ ഖബർ. നമ്മൾ പഠിച്ചോളി എന്താണ് അല്ലാഹുമ്മ റബ്ബ ജബരീല വമീകായില വഇസ്രാഫീൽ. ജിബ്രീലിന്റെ മീകായിലിന്റെ ഇസ്രാഫീലിന്റെ അല്ലാഹ് അഅ്ദിനി മിൻ ഹജ്ജിൻ നാർ, കരിച്ചു കളയുന്ന നരകത്തിൽ നീ എന്നെ രക്ഷപ്പെടുത്തണം. വഅദാബിൽ ഖബർ, അദാബിൽ ഖബർ രക്ഷപ്പെടുത്തണം. അവസാനിപ്പിക്കാൻ ഉറങ്ങി എഴുന്നേൽക്കുമ്പോ നമ്മൾ അൽഹംദുലില്ലാഹ് അഹ്യാന മാത്രം പറഞ്ഞാൽ പോരാ. അതിനർത്ഥം അത് പറഞ്ഞാല് ബാക്കി പറയാത്തോണ്ടും ഓന്റെ റാഹത്താവില്ലാന്നല്ല, ചെറിയത് അതെങ്കിലും പറയാം. പക്ഷെ പൂർണ്ണമായി പറയാൻ നിങ്ങൾക്കൊക്കെ അറിയാം. ഇനി ആരെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ ഒരു പ്രാർത്ഥന, അല്ലാഹുമ്മ ഇന്നി ഉദീക ദുനിയ വദീക ആഖിറ. അല്ലാഹു ദുനിയാവിലെ റിസ്ഖിൽ നിന്ന് ഞാൻ രക്ഷപ്പെടുത്തും, ഖബറിലെയും ആഖിറത്തിലെയും കുർസലിൽ നീ രക്ഷപ്പെടുത്തണം. ഇത് ഉറങ്ങി എഴുന്നേറ്റ ഉടനെ കത്തിൽ വന്ന് എഴുന്നേൽക്കുമ്പോ ഇന്നത്തെ കളിക്കൊക്കെ ചൊല്ലിയിട്ട് എന്ന് പറഞ്ഞിട്ട് ഈ പ്രാർത്ഥന ചൊല്ലി നമുക്ക് ആവശ്യമുള്ള ഒക്കെ ചോദിച്ചോളി. അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം അദാബുൽ ഖബറിനെ കുറിച്ച് എനിക്ക് ഇനി ഒരു മണിക്കൂർ കൂടി എന്റെ വിഷയത്തിൽ ഇനിയും പലതും പറയാനുണ്ട്. അല്ലാഹു തആല അത് കേൾക്കാനും പറയാനും ഒക്കെ തൗഫീഖ് അല്ലാഹു നൽകുമാറാകട്ടെ. നമ്മളെ ഒരുമിച്ച് കൂടെ അല്ലാഹു സാലിഹ്യങ്ങളായി സ്വീകരിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഈ പള്ളി കുരിയാട് മസ്ജിദ് വളരെ പ്രതിസന്ധിയിൽ ഉണ്ടായൊരു പള്ളിയാണ്. അതുകൊണ്ട് ഞങ്ങള് 2-3 പ്രവർത്തകരാണ് അവിടെ കാമത്തും പാവവും ക്ലീനിങ്ങും ഇമാം ഏൽപ്പിച്ചിട്ടുണ്ട്. എയർപോർട്ട് ക്ലീനിങ്ങും ഒക്കെ നടക്കുന്നുണ്ട്. പൈസക്കെതിരെ ആരുമില്ല. അൽഹംദുലില്ലാഹ് കത്ത് കിട്ടിയതിന് ശേഷം ഞാൻ എവിടെ ഇറങ്ങിയിട്ടില്ല. ഞാൻ ക്ലാസ്സിൽ വന്നിട്ട് പറയാനുള്ളവർക്ക് ഫസ്റ്റ് കൊടുത്തിരിക്കുകയാണ്. അകമുഴഞ്ഞ് നിങ്ങളെ കൊണ്ട് കഴിഞ്ഞ സമ്പാദിപ്പിച്ചത് ഒരു ഉണങ്ങിയ കാരൊക്കെ ഉണ്ടെങ്കിലും നരകത്തിന്റെ തീനാളെടുക്കുന്ന സ്വതക്കയാണ്. നമ്മൾ പിരിവേറൊക്കെ ഉണ്ട്. 3-ാം മാസത്തില് പിരിവിണ്ട് കേൾക്കുമ്പോ മൂത്രയ്ക്കാൻ നീച്ചും കഫക്കെട്ടും തുപ്പാൻ പറ്റും ചെലവുകളും പോയിന്നല്ല. അങ്ങനെ പോയാല് നമ്മളാ കഴിഞ്ഞ ചരണ്ടിക്ക് വത്തക്കന്റെ തൊണ്ടും ഈ വിട്ട ഈത്തപ്പഴത്തിന്റെ കുരുവും മാത്രം ബാക്കി ഉണ്ടാവും. അങ്ങനെ മീസാൻ നടക്കാവുന്നുണ്ടാവില്ല. അള്ളാഹുവിന്റെ ഭവനത്തിന് വേണ്ടി കൊടുക്കാൻ അള്ളാഹു സ്ത്രീകൾക്ക് സഹോദരിമാർക്കൊക്കെ അള്ളാഹു മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്
الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا تقبل منا صلاتنا وصيامنا وركوعنا وسجودنا واعتذارنا وصدقاتنا يا أرحم الراحمين. ربنا اللهم اجرنا من النار، اللهم عذاب القبر من النار، اللهم عذاب القبر وعذاب النار يا أرحم الراحمين. اللهم اجرنا من النار ووالدينا من النار، أمهاتنا وآبائنا وأزواجنا وعشيرتنا من النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. سبحان ربك رب العزة عما يصفون والسلام على المرسلين والحمد لله رب العالمين. أقول قولي هذا أستغفر الله لي ولكم وجميع المسلمين من كل ذنب واستغفروه إنه الغفور الرحيم. صلى الله وسلم تسليما كثيرا. السلام عليكم ورحمة الله وبركاته.